ഞാൻ കത്തി കണക്കണ കല്ല് ഗ്രൈൻഡർ എടുത്തിട്ട് കംപ്ലീറ്റ് കണ്ട് ഫിനിഷിങ് ആക്കി നോക്കുകയാണ്. ഇതിന് കുഴിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇല്ലാതാക്കി ഞാൻ. കണ്ടില്ലേ, ഇങ്ങടെ കാണി ഗ്രൈൻഡർ ഇതാ, ഇതൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട് സാധനം. ഇവിടെ കാണി ഈ സാധനം ഇതാ, ഇതുണ്ട്. അതുപോലെ ഡ്രിൽ മെഷീന്, ഇതൊക്കെ നമ്മളൊരു വീട്ടിൽ എപ്പോഴും ഓരോരുത്തർ ഇതാ കണ്ടില്ല നിങ്ങൾ. ഇതൊക്കെ കൊല്ലം ഒരുപാടായി, ഇന്നെന്തെങ്കിലും കൊടുന്നു വെച്ചൊന്നല്ല, ഒരുപാട് വർഷമായിട്ട് ഇതോ. അതുപോലെ അങ്ങോട്ടൊക്കെ കാണി എക്സോ ബ്ലേഡ്, ഇതൊക്കെ എന്താ അറിയോ, ഈ സാധനങ്ങളൊക്കെ നിർബന്ധമായിട്ട് നമുക്ക് വേണം. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ എന്തെങ്കിലും അല്ലറ ചില്ലറ പണികളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിഞ്ഞ് ചെയ്യണം. ഇതേമാതിരി ഇതാ ഫോണ് ഇത് ഞാൻ കട്ട് ചെയ്തതാണ്. അതിന് ആൾ വന്നിട്ടുണ്ട്, ഒരു മിനിറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ എന്തൊക്കെ പറഞ്ഞെന്ന് ഒരു കൊടുത്തില്ല. അപ്പോൾ ഇതിന് ഇളനീനെ കസ്റ്റമർ വന്നപ്പോൾ ഞാൻ അതുണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അങ്ങനെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ അവനാൻ്റെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം എപ്പോഴെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതാ ഞാനിനി നീട്ടി കൊണ്ടുപോകണില്ല. ഇത് ഞാൻ ഗ്രൈൻഡർ എടുത്തിട്ട് ഇത് ഫിനിഷിങ് ആക്കി, വെട്ടും കുണ്ടൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ക്ലീൻ ചെയ്ത്. ഇനി ഞാൻ വേറൊരു സംഭവം ഉണ്ട്, ഇളനീന ആൾ വരും. ഇത് ഞാൻ ഉണ്ടാക്കിയാട്ടാ, ഒക്കെ ഇന്നത്തെ ഡേറ്റിന് ഉണ്ടാക്കിയത് 20/8/2025. ഇനി ഇത് അതിമേ ഇനി കത്തി മൂർച്ചാക്കാൻ പോവാണ്. ഇത് കത്തി മൂർച്ചാക്കണ കല്ലാണ്. ഇത് വിലണ്ട് ബോംബെയിൽ, ഇതിന് അങ്ങനെ നാട്ടിൽ കിട്ടൂലത്. ഇതെടുത്ത് ഇതെടുത്ത് ഇളനീന് പൈസ മേടിക്കട്ടെ. ഇത് ഈ കല്ല് 250 ഉറുപ്പ്യാണ് കിലോ വില. ആ സ്ഥാനത്ത് ബോംബെയിലത്തെ കല്ലിന് ഭയങ്കര വിലയാണ് ഇപ്പോൾ. അത് ചിലയിടത്ത് വില കുറവുണ്ടെങ്കിൽ നീട്ടി പോകണമെങ്കിൽ അത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഞാനെന്താ, ഇതിങ്ങനെ കല്ലുകൊണ്ട് നമ്മളിങ്ങനെ അണക്കുമ്പോഴേ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ സംഭവം ഇന്ന് ഉണ്ടാക്കിയതാട്ടാ, എൻ്റെ ബുദ്ധിക്ക് വെച്ചിട്ട്. ഇനി ഇത് ഞാൻ ഇവിടെ പിടിപ്പിക്കാൻ പോണ്, ഇതിലേക്ക് ഇറക്കി വെക്കണ്. ബിസ്മില്ലാ, കണ്ടില്ലേ. ഇനി ഒരു ചിറ്റി കൊണ്ട് ഒരു മേട്ടം, കൂടുതൽ മേടാൻ പാടില്ല. അവിടെ ഒരു മേട്ടം, അരേ ഇതറാണ് ബേട്ടാ. അപ്പോൾ ഇതിവിടെ ശരിയായിട്ടാ, അതാണ് ഒന്നുകൂടി ബസ്, കണ്ടില്ലേ, നല്ല ഉറപ്പായി. ഇനി ഇതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ കുറച്ച് കല്ലുമ്മ വെള്ളം നനച്ച് കൊടുക്കണം. എന്നിട്ട് ഈ മടാൾ, ഇതിന് അരിവാങ്കത്തി എന്നാണ് പറയുക. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറത്തൊക്കെ മടാളെന്നൊക്കെ പറയും. ഇതിന് മടാളെന്ന് പറയാം. മറ്റേ അരിവാങ്കത്തി അങ്ങനെ വളഞ്ഞിട്ട് വരുന്നതിന് അരിവാങ്കത്തി എന്ന് പറയാം. പിന്നെ അതല്ലേ ഇപ്പം ഈ കല്ല് ആട്ടണില്ല, അങ്ങോട്ട് കാണി, കണ്ടില്ലേ. ഇതൊക്കെ കാണിങ്ങളെ ഇതോ ഇമ്മയുടെ വയറ്റിൽ പഠിച്ച് വരണല്ല. അത് സ്കൂളിൽ പോയ ടീച്ചർമാരടക്കം ഇങ്ങനത്തെ ടീച്ചർമാർ പറയും ഞങ്ങൾക്ക് ഇതാലും പഠിപ്പിച്ചു കൊടുക്കൽ കുട്ടികൾക്ക് എന്ന് പറയും. മാഷല്ലേ അങ്ങോട്ട് കാക്കിയാലും കല്ല് ആൾക്കുന്നില്ല. നോക്കി ഇനി അഥവാ ഇവിടെ വേണേൽ കുറച്ചും കൂടി മേടി കൊടുക്കാം. ഇതാ അല്ല അവിടെ മേടി കൊടുത്ത്. ഇനി അല്ലേ ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റിയേക്കട്ടെ, ഉണ്ടല്ലേ. ഇതൊക്കെ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, മദ്രസയിലും പോയിട്ടില്ല. ഈ ചെറുപ്പം മുതലേ 9 വയസ്സിൽ എൻ്റെ ഒപ്പം റോട്ടുമ്പോൾ കൊടുന്നിട്ട് ജനങ്ങളെ അടിയും കുത്തും എല്ലാം കൊണ്ട് വളർന്ന ഒരാളാണ്. ജീവിതം എന്താണ്, എങ്ങനെയൊക്കെ ജീവിക്കണം, എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കണം, തെറ്റായ വഴിയിൽ കൂടെ പൈസ ഉണ്ടാക്കാതെ നല്ല വഴിയിൽ കൂടെ പൈസ ഉണ്ടാക്കാനും എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഈ ബോംബെ കിടന്നിട്ട് ഇവിടേക്കൊക്കെ ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൂ. ഇവിടേക്ക് ഇപ്പോൾ 16-17 കൊല്ലമായി. ഈ 17 കൊല്ലം വരുന്നതിന് മുന്നേ അബ്ദുള്ളോട്ടിക്കാൻ്റെ റൂം ഒരു കൊല്ലത്തിൽ ഞാൻ എടുത്തിരുന്നു. അബ്ദുള്ളോട്ടിക്കാടെ അവർ സമ്മതം പേരൊക്കെ വന്നിട്ട് കാരണം റൂം ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് അവർ ഇളനീക്കട അതേമാരത്തെ അവർ ഒഴിവാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ 16 കൊല്ലമായി. അള്ളാൻ്റെ വേണ്ട കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരാളെ പറ്റിച്ച് തിന്നണ്ട. എല്ലാവരോടും പറയുന്നുണ്ട്, എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണത്. നമ്മൾ ഈ പ്രവാസി ലോകത്ത് പോയിട്ട് നമ്മളൊരാളെ പറ്റിച്ചിട്ട് തിന്നണമെന്ന് നല്ല അധ്വാനിച്ചിട്ട് ചോര നീരായിട്ടാണ് നമ്മൾ ഇതേമാതിരി 10 ഉറുപ്പ്യ ഉണ്ടാക്കിയിട്ട് ഓരോരുത്തർ ജീവിക്കണത്. ആ ജീവിതം മതി. അതോടെ തന്നെ നമുക്ക് കിട്ടണില്ലെങ്കിൽ അവിടെ പോട്ടെ, അല്ലെങ്കിൽ നമുക്ക് പ്ലേറ്റ് 300 ഉറുപ്പ്യ ചെയ്യാത്ത. അപ്പോൾ അതോടെ തന്നെ നമുക്ക് 10 ഉറുപ്പ്യ കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവർ നേരാവുന്ന കണ്ടിട്ടൊന്നും നമ്മൾ ഹൃദയം വേദനിക്കണ്ട. അത് നേരെ അള്ളാഹ് കൊടുക്കണതാണ്. ഓരോരുത്തർക്കും അള്ളാഹ് നല്ല റഹ്മത്ത് കൊടുക്കും, നമുക്കും തരും. നമുക്ക് തരാതിരിക്കില്ല, ക്ഷമ ഉണ്ടായാൽ മതി. നമ്മളെ മനസ്സിൽ നമ്മൾ 5 നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിനോട് നിസ്കാരം കഴിഞ്ഞിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക. നമ്മളെ മാനസികമായ വിഷമവും കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് പറഞ്ഞാൽ അള്ളാഹ് കേൾക്കാതിരിക്കില്ല. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ റോട്ടുമ്മ കിടന്നിട്ട് 9 വയസ്സിൽ ഞാനിവിടെ ഇത്രയും ചെറുപ്പം മുതൽ വന്നിട്ട് റോട്ടുമ്മ അടിയും കുത്തും കൊണ്ടിട്ടും ഞാൻ ഈ മഴ കൊണ്ടിട്ടും പായ നനഞ്ഞിട്ടൊക്കെ എപ്പോഴും പറയണേ. അങ്ങനെ ജീവിതം എന്താണെന്ന്
9 വയസ്സിൽ വന്നിട്ട് 12-15 കൊല്ലം വരെ എനിക്ക് ഒന്നും സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ എൻ്റെ റബ്ബിനെ സത്യം പറഞ്ഞത്. എൻ്റെ ഇളനീ കച്ചവടമാണ് ഇതൊക്കെ, എൻ്റെ ചോറാണ്. ഞാനത് സത്യം ചെയ്തിട്ടൊക്കെ പറഞ്ഞു. 15 കൊല്ലം വരെ എനിക്ക് ഒന്നും സമ്പാദിക്കാൻ പറ്റാതെ ഞാൻ ജീവിച്ചു പോയിരുന്ന ഒരാളാണ് ഞാൻ, റോഡ് അരികിൽ കിടന്നിട്ട്. അങ്ങനെ നിങ്ങളോട് എന്താ പറയുക, അങ്ങനെയൊക്കെ ഞാൻ മരിക്കാൻ പോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതും ഞാൻ പറയണേ. കാരണം ഇങ്ങനെയൊക്കെ ജീവിക്കണതിനെ കൊണ്ട് മരിക്കുക നല്ല. കാരണം 15 കൊല്ലം വരെ 16 കൊല്ലം വരെ റോഡ് അരികിൽ ജീവിതം തള്ളി നീക്കി ഒന്നും സംഭവിക്കാൻ കഴിയാതെ 2000-ലാണ് കല്യാണം കഴിഞ്ഞത്. എന്നിട്ട് 2000 കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം 6 വർഷം വരെ 4 വർഷം വരെ എനിക്കൊന്നും സംഭവിക്കാൻ പറ്റാതായി. അങ്ങനെയൊക്കെ ഒരു ജീവിതം കഴിഞ്ഞ് പോയതാ. അങ്ങനെയാണ് പടച്ചോൻ. എന്നാലും ഞാൻ ഒരാളെ മുതൽ കക്കാനോ പറ്റിക്കാനോ ഒരാളെ ഉറുപ്പ വാങ്ങി തിന്നാനോ ഒന്നും പോയിട്ടില്ല. എന്തെങ്കിലും റബ്ബ് എന്തെങ്കിലും വഴി കാണിച്ചു തരും. ഇല്ലെങ്കിൽ മരിക്കാന്നൊക്കെ മരിക്കണം എന്നുള്ള പലതവണ പോയത് റബ്ബ്. അവസാനം ഞാൻ എൻ്റെ റൂമിൻ്റെ അകത്തിരുന്ന് ഞാൻ പൊട്ടി കരഞ്ഞിട്ടുണ്ട്. അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹ് എനിക്കൊരു വഴി തുറന്നു തരണം, ഇല്ലെങ്കിൽ ഞാൻ അത് മരിക്കുകയാണെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യം. അങ്ങനെ പടച്ചോനെ എൻ്റെ മക്കളൊക്കെ വന്ന് 2-3 പെൺകുട്ടികൾ, 2-3 പെൺകുട്ടിയായി ഒരു ആൺകുട്ടി, അവരൊക്കെ ആ മക്കളൊക്കെ ഉണ്ട് വരുമ്പോഴത്തേന് ഈ ഭൂമിയിൽ ഒരു സ്വർഗ്ഗം അള്ളാഹ് കാണിച്ചു തന്നെ. ഞാൻ ഉള്ളത് നിങ്ങളോട് പറയാം. ഇപ്പോൾ അള്ളാഹ് പടച്ചോൻ്റെ വേണ്ട കൊണ്ട് ബോംബെയിൽ 4-5 കട ഉണ്ട്, ലോകത്തുള്ള തെങ്ങുണ്ട്, എല്ലാം ഉണ്ട്. നാട്ടിൽ 2-3 സ്ഥാപനമുണ്ട്, സ്ഥലവും കുറേ ഉണ്ട്. 1 ഏക്കർ 1.5 ഏക്കർ സ്ഥലമുണ്ട്. അതൊക്കെ അള്ളാഹ് തന്നതിനാണ്. അങ്ങനെ 15 കൊല്ലം കൊണ്ട് 16 കൊല്ലം കൊണ്ട് റോഡ് അരികിൽ കിടന്നിട്ട് ഒന്നും സംഭവിക്കാൻ പറ്റാതെ അവസാനം പടച്ചോന് നമ്മളെ കൈ വിടൂല. നമ്മൾ ദുആ ചെയ്യുക, ആ ദുആക്ക് അള്ളാഹു പ്രതിഫലം തരും. ആ ദുആക്ക് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ദുആക്ക് അള്ളാഹു കബൂലാക്കും. അല്ലെങ്കിൽ നമ്മൾ 1 കൊല്ലം 5 കൊല്ലം 6 കൊല്ലമൊക്കെ നമ്മളിങ്ങനെ അല്ലാതെ നമ്മളൊന്നും ഉരുകണ്ട. മറ്റുള്ളവർ നേരാവണ കണ്ടിട്ട് അവർക്കും ദുആ ചെയ്യുക, നേരാവട്ടെ. നല്ല മനുഷ്യന്മാരുണ്ടാവും നമ്മളെ സഹായിക്കുന്നവർ. അവർ നമ്മൾ ഓടി ചെല്ലുമ്പോൾ 5000 2000 10,000 ചോദിക്കുമ്പോൾ തരുന്നവർക്ക് അവർ പടച്ചവനോട് പറയാം, റബ്ബേ ഇനിയും കൊടുക്കുക ആ മനുഷ്യർക്ക്. കാരണം ആ മനുഷ്യൻ തരുന്ന ആളാച്ച ഇനിയും കൊടുക്കട്ടെ, കോടികൾ വന്ന് നിറയട്ടെന്ന് പറഞ്ഞു. കാരണം നമുക്ക് എപ്പോഴും തരുന്നതാണ്. അത് വാങ്ങിയിട്ട് നമ്മൾ പോക്കറ്റിലും വെച്ചിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കരുത്. അതാ പറഞ്ഞ അവധിക്ക് തന്നെ കൊടുക്കുക. കാരണം എന്താണ്, പറഞ്ഞ അവധിക്ക് കൊടുത്താൽ നാളെ ഒരിടത്ത് 20,000 പോയി ചോദിച്ചാൽ ഓൻ തരും. അത് ആ അവധിക്ക് തന്നെ കൊടുക്കുക. അങ്ങനെ 50,000 ചോദിച്ചാൽ തരും. കാരണം എന്താണ്, അയാൾ ചിന്തിക്കണ്ട, ഓനാ പറഞ്ഞ അവധി തെറ്റിച്ചാൽ പിന്നെ ഒരു മനുഷ്യനും ഉണ്ടെങ്കിലും ഇല്ലയെന്നാണ് പറയുള്ളൂ. കാരണം അതാ മനുഷ്യർക്ക് നുണ പറയട്ടാ. ഒരാൾ ഇനി എത്ര വലിയ നിസ്കരിക്കണമെന്ന് ഈ ഭാഗത്ത് എടുക്കണമെന്നും തെക്കുബീർ ഖുർആൻ ഓതുന്ന ആളോട് ഞാൻ പറയണേ, നിങ്ങളോട് പറയും, നിങ്ങളടുത്ത്. കാരണം അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിങ്ങനെ, നമ്മൾ മറ്റുള്ളവർ പ്രയാസപ്പെട്ട് വരുമ്പോൾ ഓനെ സഹായിക്കണം, ഓനെ ചേർത്ത് പിടിക്കണം. ഓനെ എന്തെങ്കിലും സങ്കടപ്പെട്ട് നമ്മളടുത്തേക്ക് വരുമ്പോൾ 5000 50,000 10,000 ചോദിക്കുമ്പോൾ കൊടുത്തോളി. ആ കൊടുത്തിട്ട് ഓനോട് ഓൻ പറയണേ ഞാൻ 20-ാം തീയതി തരാമെന്ന് പറഞ്ഞാൽ ഓൻ 19-ാം തീയതി കൊടുന്നാൽ അൽഹംദുലില്ലാ, 20-ാം തീയതി കൊടുന്നാൽ അൽഹംദുലില്ലാ, 21-ാം തീയതി കൊണ്ടുവരികയെന്നുണ്ടെങ്കിൽ വീണ്ടും ഓൻ വന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ നുണ പറഞ്ഞോളി. ധൈര്യത്തിൽ നുണ പറഞ്ഞോളി, ഒരു പേടിയും പേടിക്കണ്ട. ഞാനാ പറഞ്ഞത്, നിങ്ങൾ നുണ പറഞ്ഞോളി. എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞോളി. എൻ്റെ അടുത്ത് ഇല്ല, ഞാൻ ആകെ പ്രയാസത്തിലാണ്, ഞാൻ കുറച്ച് എല്ലതും പറയാം നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങളെ റബ്ബ് നരകത്തിൽ കൊണ്ടുവിടില്ല എന്ന് നിങ്ങൾ എന്നോട് പറയും. നിങ്ങളെ നരകത്തിൽ കൊണ്ടുവിടില്ല. എത്ര വല്ല ഉസ്താദുമാരായാലും ശരി, ഉസ്താദുമാരും നല്ല ഖുർആൻ ഓതുന്ന ഉസ്താദുമാരോടും പറയാണ്, നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തരുന്നില്ല, അവധി തെറ്റിച്ചിട്ടാണ് ആൾ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഉസ്താദുമാരോടും ഞാൻ പറയണം, നിങ്ങൾ നുണ പറഞ്ഞോളി. നിങ്ങൾ ആരും റബ്ബ് നരകത്തിൽ കൊണ്ടുവിടില്ല. കാരണം എന്താണ്, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഖുർആൻ എടുത്ത് ഓതിയിട്ട് ആ ഖുർആൻ പ്രകാരം നമ്മൾ നല്ല വഴിക്കൂടെ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മളെ ചതിക്കുക എന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ ഓനോട്. അല്ലാതെ നിങ്ങൾ, കാരണം ഓ നുണ പറഞ്ഞാൽ നിങ്ങൾ, കാരണം നിങ്ങളെ കാരണം കൊണ്ട് ഞാൻ അതിൻ്റെ ആളാട്ടാ. ഞാൻ സത്യം കൊണ്ട് ഞാൻ അതിൻ്റെ ആളാണ്. എങ്ങനെ അറിയോ, എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് സങ്കടപ്പെട്ട് വന്നാൽ ഞാൻ എല്ലാ മനുഷ്യന്മാർക്കും കൊടുക്കല. ഒരാളോടും ഇല്ലയെന്ന് പറച്ചില്ല, കയ്യിൽ കായ് വെച്ചിട്ട്. കാരണം അങ്ങനെ മേടിച്ചുകൊണ്ടേയിട്ട് 11 ലക്ഷം ഒരുത്തം മേടിച്ചുകൊണ്ടേ രണ്ടാളാണ് കൊടുത്തിക്കണേ. ഞാൻ ജാമ്യം നിന്ന് കൊടുത്തിട്ട്. പിന്നെ മറവഞ്ചേരിയിലുള്ള തട്ടാഞ്ചേർക്കുണ്ട് റിനീഷ്, ഓൻ്റെ പെര കയറ്റാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയും ആ റിനീഷ് ഓനെന്നെ ചതിച്ച്. ഓൻ്റെയൊക്കെ വീഡിയോസ് എടുത്തിട്ട് ഓൻ്റെ പെരയിലേക്ക് കയറി ചെന്നിട്ട് ഞാൻ വീഡിയോസ് എടുത്തിട്ട് വരെ എവിടെയാ പൈസ എന്ന് ചോദിക്കും തട്ടാൻ ചെക്കനോട്. അതിനെ തടയാൻ ഏട്ടന്മാർ 5 ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ ഓനോട് പറയാൻ തരാം, അവിടെ മാറിക്കടാന്ന് പറയും. ഓൻ്റെ ഏട്ടന്മാർ 5 എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ പറയേ എന്തിനാന്ന് ചോദിക്കും. അവർ ചോദിച്ചിട്ട് എന്തിനാ 5 അടുത്തേക്ക് വന്നേ, എടാ ഞാൻ പറയും ഞാൻ ഓനെ കൊടുത്ത ചെറിയ പൈസ ഇടപാടുണ്ട്, അനക്ക് തരാൻ പറ്റുമെന്ന് ചോദിക്കും. പറ്റൂലും കണ്ട് മാറിക്കടാന്ന് പറയും. അങ്ങോട്ട് മാറിക്കടാന്ന് പറയും എൻ്റെ മുന്നിൽ. ഏത് വാപ്പായാലും ശരിയാണ് മാറിക്കുന്നവർ. അതുപോലെ മുഹമ്മദ് ഉണ്ട്, 11 ലക്ഷം മേടിച്ചു കൊണ്ടായത് കാസർകോട്ടേരെ. ഓനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓനോട് പറഞ്ഞ മുഹമ്മദ് അജി ഇവിടെ കൊടുന്ന് വെച്ചോ, 11 ലക്ഷം രൂപ വേറെ വാങ്ങിയത്, എന്നിട്ട് ഇജിൻ്റെ അടുത്ത് മേടിച്ചോ, ഞാൻ എനിക്ക് തരാം. കാരണം ഞാൻ സമനില തെറ്റി നടക്കുന്ന ആളാണ്, ഞാൻ ഉളികട മീത നടക്കുന്ന ആളാണ്. ഇജ് വീണ്ടും മേടിച്ചോ, ഓൻ തരാറുണ്ട്, തരും.
കുറച്ച് തരുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. അത് തരുന്നോണ്ടാണ് ഞാൻ ഒന്നും ചെയ്യണില്ല. എന്നൊക്കെ ഓൻ്റെ കുറേ വീഡിയോസ് ഞാൻ ലോകം മുഴുവനും വിട്ടുകൊണ്ടിരിക്കും. പള്ളിക്കൽ മറവഞ്ചി ഓൻ്റെ കാസർഗോഡ് ഓൻ്റെ മഹലിൽ പള്ളിക്ക് പോയിട്ട് ഉസ്താദിനോട് ഞാൻ പറയും, ഉസ്താദെ എനിക്കൊന്ന് പ്രസംഗിക്കണം എന്ന് പറയും ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട്. കാരണം ചെറ്റത്രം ചെയ്ത ആൾക്കാരെ നല്ലത് കാണിക്കാൻ പാടില്ല. അതൊക്കെ ഞാൻ ചെയ്യിക്കാൻ എനിക്ക് ഇപ്പോൾ വിഷമം വന്നു. നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ സമനില പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു രോഗിയായി മാറുകയാണ്. എൻ്റെ ഞാൻ ആരും പറ്റിച്ചിട്ടില്ല, ഒരാളെ ഉറുപ്പ് വാങ്ങി തിന്നിട്ടില്ല. എൻ്റെ പൈസ വാങ്ങിയാലില്ല. എൻ്റെ നബിയുടെ ചരിത്രം ഞാൻ ഖുർആനെടുത്ത് ഓതാത്ത ആളാണ്. പക്ഷേ ഉസ്താദുമാരിങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് അതിനെ ഭയപ്പെട്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. ഉസ്താദുമാർ പറയേണ്ട ഒരാളെ പറ്റിച്ച് തിന്നരുത്, ഉമ്മാനിപ്പാനി വേദനിപ്പിക്കരുത്, ഉമ്മിപ്പം നമുക്ക് സ്വർഗ്ഗമാണ്, ഇതൊക്കെ ഒരു ഉസ്താദുമാർ പറഞ്ഞു തരികയാണ്. അതുപോലെ സ്വാമിമാർ എന്താ പറഞ്ഞാൽ അതും ഞാൻ കേൾക്കലുണ്ട്. പള്ളിയിലച്ഛൻ എന്താ പറഞ്ഞാൽ അതും കേൾക്കലുണ്ട്. ഞാൻ എല്ലാവരുടെ പ്രസംഗവും ഞാൻ കേൾക്കും. പക്ഷെ വേണ്ടാത്തത് എന്തെങ്കിലും സ്വാമിമാരായാലും പള്ളിയിലച്ഛനായാലും ഉസ്താദുമാരായാലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ആ ആളെ വീഡിയോ ക്യാപ്പിലെ കേൾക്കാൻ നിൽക്കലില്ല. ഉസ്താദുമാർ പറയണേ എല്ലാ മനുഷ്യനും ചേർത്ത് പിടിക്കണം എന്ന് വരച്ച് ആ ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കും. ആ ഉസ്താദ് പറയണേ ആരും ചേർത്ത് പിടിക്കണ്ട, മുസ്ലിങ്ങളെ മാത്രം ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ ആ ഉസ്താദിൻ്റെ വീഡിയോ ഞാൻ കാണാൻ നിൽക്കലില്ല. അത് മാറിക്കുന്നവർ അങ്ങനത്തെ ഉസ്താദുമാരുടെ വീഡിയോ ഞാൻ കാണാൻ നിൽക്കലില്ല. കാരണം ഞാനിപ്പോൾ നിങ്ങളാരും സ്വർഗം കാണിക്കണ്ട. ഞാൻ സ്വർഗത്തിക്കും നരകത്തിക്കും നിങ്ങൾ ഒരാൾ ഇന്ന പറക്കണ്ട. കാരണം ഞാൻ നരകത്തിക്ക സ്വർഗത്തിക്ക് എനിക്ക് തന്നെ ഉറപ്പില്ല. പിന്നെ ഇനിയിപ്പോൾ മറ്റോ പറഞ്ഞിട്ട് പറയണ ഇച്ച് സ്വർഗത്തിക്കാണ് ഞാൻ എങ്ങനെ കിടക്കുക, ഓൻ സ്വർഗത്തിൽ പോകാൻ നിൽക്കാൻ ഓർമ്മയില്ല, എനിക്ക് ഉറപ്പില്ല. പിന്നെ ഞാൻ ഒരാളെ അതിൻ്റെ പിന്നാലെ ഞാൻ നടക്കാത്ത ഒരാളാണ്. ഉസ്താദും ഞാൻ അതിനെ പറഞ്ഞത് ഇപ്പം എന്തൊക്കെ പറഞ്ഞ് എന്താ പറഞ്ഞത് സമനില തെറ്റുമ്പോൾ ഞാൻ ഓരോന്ന് പറയും വിഷമം കൊണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ പറഞ്ഞത് എന്തോന്ന് പറയാൻ നിന്ന് അത് മറന്നിട്ട് വേറെ എന്തൊക്കെ പറഞ്ഞെടുക്കും. എവിടെ ഇപ്പോൾ പറഞ്ഞ് എന്തായി. അപ്പോൾ അനവധി ആൾക്കാരെ ഉസ്താദന്മാരോടും പറയണം, എല്ലാവരോടും പറയണം ഇളനീന് ആൾ വന്നു. ഈ എന്താ പറയുക എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ഇളനീന് ആൾ വരും. ഈ പറഞ്ഞതൊക്കെ മറക്കുക. എനിക്ക് നിങ്ങളെ മാതിരി തലച്ചോറിനോട് ചിന്തിച്ച് നടക്കാൻ നേരമില്ല. എൻ്റെ മനസ്സിൽ വിഷമം വരുമ്പോൾ വേഗം വീഡിയോ എടുത്ത് വിടുന്നതാണ്. ഇപ്പോൾ അയാളായിട്ട് സംസാരിക്കട്ടെ. അപ്പം മറന്നേ ഇത് വരണം, ഒരു മിനിറ്റ് ഇങ്ങനെ കട്ടാക്കി പിടിക്കട്ടെ. അപ്പോൾ കസ്റ്റമർ വന്നപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു ഒരു ഓർമ്മയും കിട്ടണില്ല. എനിക്ക് നിങ്ങളെ മാതിരി തലച്ചോറിനുള്ളിൽ ഒന്നും കയറിയിട്ടില്ല. സെക്കൻഡ് പ്രകാരം മറക്കുകയാണ്. സെക്കൻഡ് പ്രകാരം ഒന്നും ഇങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ ഓരോന്ന് നിങ്ങളുടെ കാണി ഒക്കെ ഇവിടെ ചുമരുമ എഴുതിച്ചേക്കണക്കാണ്. അത്രക്കും എൻ്റെ തലേൻ്റെ ഉള്ളിൽ ഒന്നുമില്ല തലച്ചോറിനുള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, തലച്ചോറിനുള്ളില്ല, എല്ലാ കാര്യം പറയാം. അപ്പം ഇനിയിപ്പോൾ എന്താ പറയാൻ പോയത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞത് വെച്ചാൽ എൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും പൈസ വന്ന് ചോദിക്കലുണ്ട്. ഞാൻ കൊടുക്കുമ്പോൾ തന്നെ എല്ലാവരും പറയും. എന്നെ അറിയുന്ന ആൾക്കാർക്ക്, അറിയാത്ത ആൾക്കാർക്കൊന്നും ഞാൻ കൊടുക്കാൻ നിൽക്കില്ല. കാരണം ആ വെള്ളത്തിൽ വള്ളിയിട്ടാൽ പോലാവും. അപ്പോൾ ഞാൻ പറിച്ചിട്ടുണ്ട്, നിങ്ങൾ കൊണ്ടുപോയിക്കോളെ. ഏത് വാപ്പ വന്നാലും ശരി, ഈ എത്ര വല്ല കൊമ്പനാച്ചാൽ വലിയ ഉദ്യോഗസ്ഥനാച്ചാൽ ഞാൻ പറിച്ചിട്ടുണ്ട് കൊണ്ടുപോയിക്കോളെ. പറഞ്ഞ വാക്ക് തെറ്റിക്കരുത്. ഇൻ്റെ അടുത്ത് വരുമ്പോൾ നല്ല ആലോചിച്ച് പോകുന്നോളിയാർ, ഇല്ലെങ്കിൽ നാണം കെടുന്നവർ. ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാത്തിലും വിടുന്നവർ. അത് ഏത് വാപ്പാരുടെ മുഖത്തൊക്കെ പറഞ്ഞ ഒരാളാണ് ഞാൻ. പോലെ അപ്പോൾ ഇതിന് ഇളനീ ഒരു എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ മറന്നേ. ഇളനീൻ്റെ ആൾ വന്ന് അപ്പോൾ ഇളനീൻ്റെ ആൾ വന്ന് ഇതാ പറഞ്ഞ് മറന്ന് എന്തായാലും വേഗം പറഞ്ഞു നിർത്തട്ടെ. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളി, നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്നോട് ഡേറ്റ് തെറ്റിക്കരുത്. കാരണം നമ്മൾ വേറെ ആൾക്ക് എടുത്തുവെച്ച പൈസയാണ്. അപ്പോൾ ആ ആൾക്ക് കൊടുക്കാൻ ഇനി 4 ദിവസം സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. അതൊക്കെ ആരെങ്കിലും കൊടുക്കാനുള്ള പൈസക്കാരൻ എൻ്റെ അടുത്ത് ഉണ്ടാവുക. നമ്മൾ ഓരോരുത്തരും പലയിടത്തും പൈസ കടം മേടിക്കണം പിടിക്കണമൊക്കെയാണ്. ആരും ഇതുവരെക്കും ഞാൻ ഡേറ്റ് തിരിച്ചിട്ടില്ല, ഒരു ഡേറ്റും തെറ്റിച്ചില്ല. പറഞ്ഞ അവധിക്ക് തന്നെ കൊടുക്കല്. അത് 50,000, 5 ലക്ഷമായാലും 10 ലക്ഷമായാലും എല്ലാവർക്കും വരാം. ഇവിടെ സംസുക്കാർക്കും അലിക്കാർക്കും ആൽക്കാർക്കും എല്ലാവരോടും ഇവിടെ ചോദിച്ചാൽ മാനുവിനായിട്ട് ഇടപാട് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ആരെങ്കിലും ഒന്ന് പറയട്ടെ. ഇവിടെ ഉള്ളവർ ഓനെ വാക്കി തെറ്റിച്ച് നടക്കണമെന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒറ്റ തന്ത, എല്ലാവരും ഒറ്റ തന്തൊക്കെ ഉണ്ടായതാണ്. പക്ഷേ ഞാനും പറയുന്നതാണ്, ഞാൻ ഒരു തന്തൊക്കെ ഉണ്ടായതാ ഒറ്റ വാക്കൊന്നാ പറയുള്ളൂ. അത് ഞാൻ ആലോചിച്ചിട്ട് അപ്പോൾ ആദ്യം ഒരാൾക്ക് കയറിച്ചല്ല. 10-ാം തീയതി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആദ്യം പറയും ഞാനൊരു 20-ാം തീയതി തരാമെന്ന്. അപ്പോൾ ആളെന്നെ പറയും 20-ാം തീയതി പറ്റൂല, ഒരു 15-ാം തീയതി ആക്കാൻ പറ്റുമെന്ന്. എന്തായാലും ഞാൻ 10-ാം തീയതി 10 ദിവസമാണ് കണക്കാക്കിയ, പക്ഷേ ആയിക്കോട്ടെ എന്ന് പറയും. എന്നിട്ട് ഞാൻ 20-ാം തീയതി ഉള്ളത് 15-ാം തീയതി ഉള്ളത് 14-ാം തീയതി കൊണ്ടുകൊടുക്കും. അങ്ങനെ ചെയ്ത കാരണം കൊണ്ട് എന്തായി അറിയോ, ഞാൻ ഈ ബോംബെയിൽ അവിടെ ഇവിടെയും 10 തെങ്ങ്, 5 തെങ്ങ്, 50 തെങ്ങ്, 100 തെങ്ങ്, അങ്ങനെ സംഖ്യ തെങ്ങ് ഞാൻ ഈ ആൾക്കാർ എന്നെ സഹായിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിക്കണത്. കാരണം ബാക്കി എൻ്റെ അപ്പിമ്മയും പറഞ്ഞതാണ്, ഒരാളടുത്ത് നിന്ന് ഇടപാട് ചെയ്യുമ്പോൾ പട കുട്ടി കൊടുക്കലും വാങ്ങലും നന്നാക്കി വെക്കണം. പിന്നെ അത് അങ്ങനെ വല്ലതും ചെയ്യുക അനക്ക് ഈ ഭൂമിയിൽ ബുദ്ധിമുട്ട് വരില്ല. പലരും എന്നെ സഹായിക്കണ്ടാവുന്നൊരു വാപ്പ ബോംബെയിൽ നിന്ന് പോണ സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്നോടൊരു വാക്ക് പറഞ്ഞതാണ്. കാരണം എൻ്റെ അപ്പാനെ കണ്ട് പഠിച്ച് ഇപ്പം പലവരടുത്തും പൈസ മേടിക്കുമ്പോൾ കറക്റ്റ് ദിവസം അതിൻ്റെ 4 ദിവസം മുന്നേ കൊടുക്കും. അതിലാണ് ഞാൻ ചരിത്രം എഴുതി കുറിച്ചത്. ഈ വാങ്ങൽ കൊടുക്കൽ നന്നാക്കി വെച്ചാൽ നമുക്ക് ഈ 1 കടല്ല, 2 കടല്ല, 3 കടല്ല, 5 കടല്ല, എത്ര സ്ഥാപനമാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പൈസ വേണ്ട, പൈസ ഇല്ലാതെ 10-25 ആൾക്കാരെ കിട്ടിയാൽ മതി. ഈ കൊടുക്കൽ വാങ്ങൽ നന്നാക്കി വെക്കുമ്പോൾ
ഇന്ന് നിങ്ങൾ വിചാരിച്ച പല സ്വപ്നങ്ങളും ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ എടുക്കാത്ത എൻ്റെ പലോട്ട് തെങ്ങുണ്ട്. അന്തേരിയിലും ബോരിവല്ലിലും ഡോംബിവല്ലിയിലില്ല. അവിടുന്ന് അതുപോലെ ഇവിടെ വാസി, നിരോള്, ഷട്ടർച്ച് ആ സ്ഥലത്ത്, അതുപോലെ എന്താണ് അലിവാക്ക്, ചോണ്ടീനാക്ക, അവിടെ ഒക്കെ തെങ്ങുണ്ടായിരുന്നു. ഒക്കെ ഒഴിവാക്കി, കൊണ്ടിറക്കാൻ വയ്യാത്ത കാരണം, ആളില്ലാത്ത കാരണം അങ്ങനെയൊക്കെ ആയിട്ട് പലയിടത്തും ഒഴിവാക്കിയിട്ട് ഇപ്പോൾ കുറച്ച് തെങ്ങായിട്ട് കൊണ്ടിറക്കുക. അങ്ങനെ ഒരുപാട് കാരണം എന്താണ്, പലരും സഹായിക്കാണ്ടായിരുന്നു. 50,000, 1 ലക്ഷം, 2 ലക്ഷം ഒക്കെ ചോദിച്ചാൽ തരാണ്ടായിരുന്നു. അതിൻ്റെ വാപ്പ പഠിപ്പിച്ച് പോയതാണ്. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കൊടുത്തോളി, ആര് ചോദിച്ചാലും കൊടുക്കുക. എന്നിട്ട് ആ കാര്യങ്ങൾ തുറന്ന് പറയാം ഏത് വാപ്പാനോടും. എത്ര വലിയ മൊല്ലക്ക വന്നാലും ശരി, ഉസ്താദുമാർ വന്നാലും ശരി, ഏത് നല്ല തലക്കെട്ട് കെട്ടി നല്ല ഉസ്താദായുമ്പോൾ ഉസ്താദുമാർ വന്നാലും ഉസ്താദ് ചോദിക്കുകയാണ് എനിക്കൊരു 5,000 തരുമെന്ന് ചോദിച്ചാൽ ഉസ്താദിനോട് സലാം പറഞ്ഞിട്ട് വരാം, ഉസ്താദെ ചായ കുടിപ്പിക്കുക, മധുരം പങ്കുവെക്കുക. എന്നിട്ട് ഉസ്താദിനോട് പറയാം, ഉസ്താദെ ഞാനൊരു കാര്യം പറയണേ, എൻ്റെ ഇടപാട് ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയെങ്കിൽ നിങ്ങൾ വാക്ക് തെറ്റിക്കരുതിട്ടാന്ന് പറഞ്ഞാൽ മതി. എല്ലാവരോടും അങ്ങനെ പറയുക, ഒരു കുഴപ്പമില്ല. ഞാൻ അങ്ങനെയാണ്, ഏത് വാപ്പ വന്നാലും കയറി വന്നാലും ഞാൻ കാര്യങ്ങൾ തുറന്ന് പറയും. കാരണം ഞാൻ അങ്ങോട്ടേക്ക് പോയതല്ല, എൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പം എൻ്റെ വാക്ക് കേട്ടോളണം. ഇല്ലൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് കയറി ചോദിച്ചാൽ അയാളെ വാക്ക് ഞാൻ കേൾക്കേണ്ടി വരും. അപ്പം ഓൻ എൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ വാക്ക് കേൾക്കട്ടെ. എന്ത് ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കയറി ചെല്ലെങ്കിൽ അയാളെ കയ്യും കാലും പിടിക്കണം, മണിക്കൂറോളം നിൽക്കണം. കാരണം നമ്മളെന്തെങ്കിലും പറഞ്ഞത് കേൾക്കാൻ മതി. അപ്പം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ എന്ത് തുറന്ന് പറഞ്ഞിട്ട് ഓന് ഡേറ്റ് തെറ്റിച്ചാൽ പിന്നെ നിങ്ങൾ 5 ഞാൻ നിസ്കരിക്കണപ്പോൾ ഒരാളാണ്. 5 നിസ്കാരം അള്ളാനെ ഭയപ്പെടുന്ന ആളാണ്. പക്ഷെ ഡേറ്റ് തെറ്റിച്ചാണ്ടല്ലോ ഓനോട് ധൈര്യത്തിൽ പറയുക, ഉണ്ടെങ്കിലും ശരി, ഇവിടെ വെച്ചാലും ശരി, ഇല്ലയെന്നാണ് പറയുക. കാരണം എന്താ പറയുക, ഇനി ഞാൻ നരകത്തേക്ക് പടച്ചോൻ കൊണ്ടിട്ടാലും മാറ്റില്ല. ഞാൻ അങ്ങനെ നരകം സ്വർഗത്തിനും അള്ളാനെ അങ്ങനെ ഞാൻ ഭയപ്പെടുന്ന ആളല്ല. ഞാൻ നരകത്തിൽ പോയിക്കോട്ടെ, എനിക്ക് നിങ്ങൾ ഒരു പേടിയില്ല. കാരണം ഞാൻ ചെറ്റത്രം ചെയ്യുമ്പോൾ നരകത്തിൽ പോകണം, നല്ലത് ചെയ്യുമ്പോൾ സ്വർഗത്തേക്ക് അള്ളാഹ് കണക്കാക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ മറ്റോ പറയണേ നരകത്തേക്ക് പോയി സ്വർഗം, ഞാൻ ഈ നരകവും സ്വർഗം എന്നെ ഭയപ്പെട്ട് ജീവിക്കണം. അങ്ങനെയൊക്കെ എടുക്കുന്ന തെങ്ങിൻ്റെ മുകളിൽ ഞാൻ കയറി ചെല്ലുന്ന ആളാണ്. അങ്ങനെ മരണത്തെ ഭയം ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ മരണത്തെ ഭയക്കണം? എൻ്റെ ജീവിതമാണ്, ഞാൻ എൻ്റെ ചോറാണ്. ഞാൻ ഒരാളെ കട്ടിട്ട് ജീവിക്കണമല്ല. രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് പോകുമ്പോൾ റബ്ബിനോട് പറിച്ചിട്ടുണ്ട്, പറിച്ചൊന്ന് കാക്ക് റബ്ബേന്ന്. കാരണം ഞാൻ തെറ്റ് ചെയ്യാൻ വേണ്ടി പോവല്ല. കേടന്ന് എടുക്കണ തെങ്ങിൻ്റെ മുകളിൽ ഞാൻ കയറലുണ്ട്. അതിൻ്റെ സമയം ഞാൻ കൊണ്ടുപോയിക്കോട്ടെ ചിറ്റ്. അപ്പോൾ ഉസ്താദുമാരോട് ഞാൻ എല്ലാവരോടും പറയാണ്, സമയത്തിന് കൊടുത്തിട്ട് ഡേറ്റ് തെറ്റിച്ച് ഞങ്ങൾ നുണ പറഞ്ഞു, ധൈര്യത്തിൽ നുണ പറഞ്ഞോളൂ, ഒരു പേടിയും പേടിക്കണ്ട. നേരെ മറിച്ച് ഡേറ്റ് തെറ്റിക്കാത്ത ആൾക്കാരായിട്ട് ഇങ്ങനെ ഇടപാട് ചെയ്യാച്ചാൽ അവനോട് സത്യം പറയണം, അവനോട് നുണ പറയാൻ പാടില്ല. കാരണം ഞാൻ സമയത്ത് കൊടുത്ത് സമയത്ത് തന്നില്ല. പിന്നെ ഓൻ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിൻ്റെ അടുത്തില്ല, ഞാൻ ആകെ ബുദ്ധിമുട്ടിലാണ്, ആകെ പ്രയാസത്തിലാണ്, അതൊക്കെ പറഞ്ഞിട്ട് പോയി നിസ്കരിച്ചോളൂ. എന്നാലും സ്വർഗത്തിൽ പോകാൻ നിങ്ങൾക്ക്. നരകത്തിൽ പോകില്ല, റബ്ബ് നിങ്ങളെ നരകത്തിൽ കൊണ്ടുവിടില്ല. ഞാനാ പറഞ്ഞത്, നരകത്തിൽ ഒരിക്കലും കൊണ്ടുവിടില്ല. അത് ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും പറയാണ്. നിങ്ങൾ എന്തായാലും ശരി, മുസ്ലിമാരെ ഏത് വ്യക്തിനോടും പറയണേ, ഇടപാട് അങ്ങോട്ട് കൂടി തെറ്റിക്കുകയെന്നുണ്ടെങ്കിൽ ആളോട് നിങ്ങളാണ് നുണ പറഞ്ഞോളൂ, ധൈര്യത്തിൽ നുണ പറയാം. എന്നിട്ട് നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടിടുക, നരകത്തിൽ കൊണ്ടിടുക ഞാനോട് വരണം. ഞാനും പോകില്ല പടച്ചവനോട്. ഞാൻ പടച്ചവനോട് പറഞ്ഞോണ്ട്, പടച്ചവനെ ഞാൻ പറഞ്ഞിട്ടാണത്. അപ്പോൾ ആയിക്കോട്ടെ. എന്നിട്ട് റബ്ബ് ഇന്നോട് വിളിക്കുമ്പോഴേ ഞാൻ പറഞ്ഞോണ്ട്, അള്ളാഹിട്ട് ഞാനും അതും കൂടി ഞാൻ സംസാരിച്ചോണ്ട്, പടച്ചവനെ ഞാൻ പറഞ്ഞിട്ടാണ് അവരെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. കാരണം എന്താണ്, ചെറ്റത്രം ചെയ്താൽ നിങ്ങൾ നുണ പറയാം. നമ്മളോട് ചെറ്റത് ഞാൻ പറഞ്ഞു, ഇന്നോടെ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ഇന്നോട് നുണ പറഞ്ഞു വരരുത്, സത്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് വല്ലാത്ത പ്രശ്നം. ഞാൻ വെക്കുകയാണ്. ഞാൻ കല്ലിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അത് പറഞ്ഞിട്ട് ഇത്രത്തോളം നീണ്ടുപോയി. ഈ വീഡിയോസ് ഒന്നും ഒരാളിൻ്റെ കാണൂല. സാദാസ് എല്ലാവരോടും നമസ്കാരം, നന്ദി. എൻ്റെ വിഷമം കൊണ്ട് പോകല്ല, ഞാൻ ഉള്ളത് പറയട്ടെ. കൊടുക്കണ ഇടപാട് തെറ്റിച്ച് കഴിഞ്ഞാൽ, ഇന്നായിട്ട് തെറ്റിച്ച് കഴിഞ്ഞാൽ ഞാൻ കൊണ്ട് നുണ പറിച്ചലാണ്. എന്നോട് ഞാൻ പള്ളികൾക്ക് അടക്കലുണ്ട് നിസ്കരിക്കാണ്. ഇത്ര ഞാൻ പറഞ്ഞ് വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് എന്നോടൊന്നും തോന്നരുത്. അപ്പോൾ ഈ കല്ലിൻ്റെ കാര്യം പറയാൻ പോകണം. എന്താ പറയുക, ഇതിങ്ങനെ നല്ല മൂർച്ച ഉണ്ടാവും. ഇതിങ്ങനെ മൂർച്ചയ്ക്കാൻ നല്ല മൂർച്ച, ഇതും അങ്ങനെയാണ് ഇതിൻ്റെ ഗുണം. ഈ കല്ലിൻ്റെ പ്രത്യേകത അതാണ്. ഇത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. ഇത് എവിടുന്നാണ് ഈ കല്ല് വരുന്നത് പോലും എനിക്കറിയില്ല. എന്തായാലും സാധാ ഞാൻ ഇവിടെ കൂടെ വെക്കട്ടെ. എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത 8500 സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളോടും ഞാനൊരു ചെറിയ സംഭവം 20/8/2025 വീഡിയോ ആണ് ഞാൻ പറയാനുള്ള കാരണം. എന്താ 2-3 ദിവസം നല്ല കനത്ത മഴ കാരണം എനിക്കും സംസുകാർക്കും പണിക്ക് പോകാൻ പറ്റിയില്ല. കാരണം തെങ്ങ് ഇങ്ങനെ വെഴുക്കുകയാണ്. ഇന്ന് കാലാവസ്ഥ കുഴപ്പമില്ല. തെങ്ങൊക്കെ ഒന്ന് രാവിലെ വരെ നല്ല മഴയായിരുന്നു. അങ്ങനെ ഞാൻ ഉറങ്ങി 9 മണിക്ക് നോക്കുമ്പോൾ മഴ ഒന്ന് ഇതായിക്കണം. കുറഞ്ഞ കണ്ടപ്പോൾ ഞാൻ സംസുഖയും കൂടി ഇവിടെ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഈ തെങ്ങ് ഞാൻ ഒന്നുകൂടി പറയണേ,
ഈ തെങ്ങ് നല്ല മണ്ണുള്ള തെങ്ങ. ഒരിക്കലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇത്രയും മണ്ണുള്ള തെങ്ങ് നമ്മളെ നാട്ടിൽ പോലും ഉണ്ടാവില്ല. ഇനി ആ കാറ്റിലേക്ക് കിടക്കാം. കാരണം തെങ്ങ് ഇനി ഈ വണ്ടി അവിടെ നിർത്തിക്കണേ. ഇനി ആ വണ്ടി ഇങ്ങനെ റിട്ടേൺ കൊടുന്നിട്ട് അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഈ കൊലൊന്നും എടുത്താൽ പൊന്തില്ലല്ലോ അല്ലേ? അല്ല ആ വീഡിയോ വിട്ടിട്ടില്ല, അതവിടെ കിടന്നോട്ടെ. നമുക്ക് ഇത് നിങ്ങൾ നോക്കാണേ, ഇതൊന്നും ഒറ്റയ്ക്ക് എടുത്തിട്ട് പൊന്തൂല, അത്രയും വെയിറ്റുള്ള കൊല ഇത്. അത് കണ്ടില്ലേ? ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നൊരു സംഭവം ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തായിരിക്കും ഈ കൊല വണ്ടി ഇങ്ങോട്ട് വരാൻ പറ്റൂല. അപ്പോൾ ഇനി കൊല എടുത്താൽ പൊന്തൂല. ഇനി നിങ്ങളെന്നെ ആലോചിച്ച് നോക്കി എങ്ങനെയായിരിക്കും ആ സംഭവം എന്നുള്ളത്. അങ്ങനെ ഒരാൾ തന്നെ ആ കൊല ഓട്ടോമാറ്റിക്കിന് വണ്ടിൻ്റെ എരുത്തേക്ക് വരുന്നൊരു സംഭവമുണ്ട്. ഓക്കെ, ഞാനിത് ഇനി ലൈവായിട്ട് വിട്ടുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ്. പണിയെടുത്ത് ചില്ലറ സുഖമുള്ള പണിയാണ്. ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണ്. എന്നാലും ഞങ്ങളെ എടുത്ത് വിടുകയാണ്, നിങ്ങൾ കാണട്ടാ. ഓക്കെ, ഇനി ഇവിടെ കൊണ്ട് കട്ടാക്കി പിടിക്കട്ടെ. സംസുഖ പാവം നല്ല ഇടങ്ങറായിക്കണെന്ന്. പണി നിർത്തി ഞങ്ങളിന്ന് പണി നിർത്തിയിട്ട് നിങ്ങളെ കാണി ഇവിടെ അവിടുന്ന് ഇങ്ങനെ വണ്ടിയിട്ട് വരികയാണ്. ആ വന്ന് വരുന്ന സമയത്ത് കാറ് ഇവിടുന്ന് ഈ തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് കാറെടുത്ത് മാറ്റി. അപ്പോൾ എന്തായാലും കയറാം അതല്ലേ, തളപ്പും കയറൊക്കെ എടുത്തോളെ. ഇപ്പോൾ 2000 തളപ്പും കയറ് എടുക്കുക. അത് നിങ്ങൾ രാത്രി കയറിക്കോളി. നിങ്ങൾ ഷട്ടർ പൊന്തിക്ക് തമാസല്ല. ഇപ്പോൾ ഇവിടെ കാണി ഇങ്ങനെയുള്ള ചാൻസ് കിട്ടുമ്പോൾ കയറണം. കയറെടുത്തോളി എൻ്റെ തളപ്പൊക്കെ എടുത്തോളി. അപ്പോൾ ഞങ്ങൾ പണി കഴിഞ്ഞിട്ട് സന്തോഷം കൊണ്ട് പോവുമായിരുന്നു. കുറച്ചെന്നെ പണി കഴിഞ്ഞുള്ള വെച്ചിട്ട്. അപ്പം വന്ന് നോക്കുമ്പോൾ ഈ തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് കാറ് എടുത്ത് മാറ്റിക്കണേ. അപ്പോൾ ഇവിടെ കാറ് നിൽക്കുന്നുണ്ട്. ഇത് പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചാൻസ് കിട്ടുമ്പോൾ ഒന്നും നോക്കാനില്ല, വേഗം കയറിയല്ലേ. അവിടെ നിന്നൊക്കെ കയറി വന്നിട്ട് ഇപ്പോൾ ഇവിടെ കാണി വണ്ടി ഫുള്ളായിട്ട് എല്ലാം കയറ്റി. നിങ്ങൾ കണ്ടില്ലേ, ഈ വണ്ടിയൊക്കെ അതിൻ്റെ മുകളിൽ കയറ്റി എല്ലാം കഴിഞ്ഞ് 2000 ഇത് ഇറക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ കടന്നു പോയതൊക്കെ എടുത്ത് വിടണം അല്ലേ സംസുക്ക? ഏന്നോ ജീവിതത്തിൽ കടന്നു പോയതൊക്കെ നമ്മളിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. ഒരു സമാധാനമായി ഇങ്ങനെ വീഡിയോ എടുത്ത് വിടുമ്പോൾ എന്താ മനസ്സിനൊരു സമാധാനമാണ്. അപ്പോൾ പിന്നെ നമുക്ക് കയറാനുള്ളൊരു മൂഡ് കിട്ടുക.